ഒരു ഡെസേർട്ട് ട്രൂപ്സ് ഒക്കെ ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. തന്നെ എമർജൻസി സ്ക്വാഡിനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ അവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത്. കോമഡി എന്താ വെച്ചാൽ നമുക്ക് അവിടെ ലൊക്കേഷൻ പറയാൻ ഒന്നുമില്ല, ഒരു ലാൻഡ്മാർക്ക് ഒരു സംഭവം ഇല്ല. കാരണം വിജനമായ മരുഭൂമിയിൽ നമ്മളുള്ളത്. എവിടെ നോക്കിയാലും ഒരേ വ്യൂ ഉള്ളൂ, ഒരു സൈഡ് മാത്രം കടലുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അതിലൂടെയൊക്കെ പോകുന്ന വണ്ടീനൊക്കെ മാടി വിളിക്കൽ തുടങ്ങി. സിനിമയിലൊക്കെ കാണുന്ന ഒരു മൂഡ് വരും, ഹെൽപ്പ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. കുറെ ആൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്തു, അതും വർക്കായില്ല. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയത്. പോയി ഇപ്പൊ എല്ലാം കൂടി ഇങ്ങനെയൊക്കെ ആയി. ഇപ്പൊ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ളതായി നമ്മളെ മൈൻഡിൽ. ഈ പറഞ്ഞോട്ട് ഈ ഒരു ബോസ് വന്ന്, ഈ ഒരു ബോസ് സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. നമുക്ക് മൂപ്പര ഒരു ബോഡി ലാംഗ്വേജ് തന്നെ മനസ്സിലാവും. അപ്പൊ മൂപ്പര മെയിൻ പരിപാടി ഫിഷിംഗ് ആണ്. അങ്ങനെ ബോസിന്റെ ഹെവി സംഭവങ്ങളൊക്കെ ഉണ്ട്. ബോസ് വേഗം വന്ന് കൂട്ടുകാർ നേരെ കമ്പസർ ഓൺ ആക്കി കാറ്റ് കൊടുത്ത്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ അതും വർക്ക് ചെയ്തില്ല. അതായത് ഭയങ്കര ഹെവി വർക്ക് ചെയ്യുന്ന കംപ്രസർ വേണം ഇതിലേക്ക് എയർ കയറണമെങ്കിൽ. കാരണം അത്ര എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ അടിക്കുന്ന അതേപോലെ തന്നെ എയർ തിരിച്ചു പോവുക. മൂപ്പർ പരമാവധി നോക്കി. മൂപ്പർ ശരിക്കും ഞാൻ ഒരു സെല്യൂട്ട് അടിക്കും. കാരണം നമുക്ക് ആരെയും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മൂപ്പർ വന്നിട്ട് നമുക്ക് പരമാവധി മൂപ്പറത്തുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ മൂപ്പർ നോക്കി പോയി. പിന്നെ അതിന്റെ ഇടയിൽ 2-3 ആൾ വേറെ വന്ന് ഒരിക്കലും വന്ന ആളിനെ പിന്നെയും തിരിച്ചു വന്ന് നോക്കി. അത് കഴിഞ്ഞ് ലാസ്റ്റ് സത്യം പറഞ്ഞാൽ ഒരു ദൈവദൂതന്റെ തൊട്ട് ശ്രീലങ്കയിലുള്ള ഒരു പുള്ളി ബോസ് വന്ന് നേരെ സാധനം എടുത്തത്. ആ ഒരു സ്പാനർ നമ്മളെ കൈ കിട്ടി 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ട്. നമ്മൾ ഭയങ്കര സെറ്റപ്പ് ടയറൊക്കെ ആയതുകൊണ്ട് ടയറും വീലൊക്കെ ഹൈ ലെവലായിരുന്നു. പക്ഷെ അതിനുള്ള എക്യുപ്മെന്റ്സ് നമ്മളെടുത്ത് ഇല്ലാണ്ടായി. അപ്പൊ ആ ബോസ് വന്നതോടുകൂടി പരിപാടി മൊത്തം സീന് മാറി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് പോന്നു. എന്തായാലും അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തുനിന്നും പിരിഞ്ഞു. ഒരു ഡിഫറെന്റ് അനുഭവമായിരുന്നു സംഭവം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ പിന്നെ നമ്മളെ വീഡിയോ എടുക്കേണ്ടൊക്കെ നമ്മളോട് മറന്നുപോയി. ചിലം കൂടി കഷ്ടിച്ച് നമ്മൾ ഒരു ജുമേന്റെ ടൈമിലേക്ക് നമ്മൾ റൂമിലെത്തി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.